കൊല്ലത്ത് കടലിൽ വള്ളം മറിഞ്ഞ് മരിച്ച 2 മത്സ്യത്തൊഴിലാളികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, പ്രതികൂല കാലാവസ്ഥയിൽ ഈ കഴിഞ്ഞ മാസം 31-ാം തീയതി ആയിരുന്നു ഇവർ കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ നീണ്ടകരയിൽ ഇവിടുന്ന് മത്സ്യബന്ധനത്തിന് പോയ മിയാമി എന്ന് പറയുന്ന വള്ളം, ആ വള്ളത്തിലെ ഒരു കുടുംബത്തിലെ 3 പേർ, അതിൽ 2 പേർ, ഇതിൽ മരുമകനും അതുപോലെ തന്നെ അമ്മാവനും, അങ്ങനെ 2 പേരുടെ മൃതശരീരങ്ങൾ ലഭിച്ചു. ഇനി ഇത് ഒരു മകൻ, രാജീവിൻ്റെ മകൻ ഗൗതമിൻ്റെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മിസ്സിംഗ് ആണ് ഇപ്പോഴും. മൊത്തം 2 മിസ്സിംഗ് ആണ് ഈ കടലിൽ കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായിട്ടുള്ളത്. അതിൽ ഒരാളാണ് ഇവരുടെ കുടുംബത്തിലെ ഗൗതം എന്ന് പറയുന്നത്. മറ്റൊരാളുടെ മൃതശരീരം ഇതുവരെ 2 പേരുടെ മൃതശരീരങ്ങൾ ഇനി ലഭിക്കാനുമുണ്ട്. ഇപ്പോൾ അവരുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ചടങ്ങാണ് നമ്മൾ ഈ കാണുന്നത്. പുത്തൻതുറയിൽ അവർ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി മത്സ്യബന്ധനത്തിൽ തുടരുന്ന കുടുംബം. ഈ ജീവിതം തന്നെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടാണ്. അവരെ സംബന്ധിച്ച് ജീവൻ പണയം വെച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നു. ആ കടലിൽ ചിലപ്പോൾ പോകുമ്പോൾ, പണിക്ക് പോകുമ്പോൾ മത്സ്യം കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. എണ്ണക്കാശ് പോലും മുതലാകാത്ത ഒരുപാട് സാഹചര്യങ്ങൾ. ആ പ്രതിസന്ധികൾ മുഴുവനും തരണം ചെയ്ത് നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന കേരളത്തിൻ്റെ സൈന്യത്തിലെ 2 പേരെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഒരു ദുഃഖം നാടിൻ്റെ ആകെ ദുഃഖമാണ്. കേരളത്തിലെ മുഴുവനും മനുഷ്യർ ഇപ്പോൾ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വൻ ജനത്തിരക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീരമേഖല മുഴുവനും ഇന്നൊരു ദുഃഖാന്തരമായ ഒരു സാഹചര്യത്തിലാണ്. അവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറം. ഇവരുടെ ഇതിൽ ആദ്യം ഒരാളുടെ മൃതശരീരം ലഭിച്ചു, രാജീവിൻ്റെ മൃതശരീരം ആദ്യം, ബോട്ട് ഉടമയുടെ മൃതശരീരം ആദ്യം ലഭിച്ചു. പിന്നീടാണ് മറ്റൊരാളുടെ തൊട്ട് 3-ാം പക്കം ലഭിച്ചത്. പക്ഷേ ഒരാളുടെ മൃതശരീരം ഇപ്പോഴും ലഭിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. ഷമി.